PM ശ്രീ പദ്ധതി BJP-യുടേതാണ്, RSS-ന്റേതാണെന്നൊക്കെ പറഞ്ഞവർ അവസാനം അത് ഒപ്പിട്ടതിന്റെ ശേഷം CPI-യുടെ യുവജന സംഘടന SFI-യുടെ നേതാക്കന്മാരെ നോക്കി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? നിങ്ങളിനി സമരങ്ങളിൽ മുണ്ടൊടുക്കരുത്. സമരങ്ങളിൽ മുണ്ടൊടുത്താൽ എന്താ? സമരങ്ങളിൽ മുണ്ടൊടുത്താൽ ചിലപ്പോ ഡോക്ടറെ മടക്കി കുത്തേണ്ടി വരും. നിങ്ങൾ മടക്കി കുത്തിയാൽ, SFI സമരങ്ങളിൽ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവി കളസം പുറത്തു കാണുമെന്ന് CPI-യുടെ യുവജന സംഘടന AYF SFI ഉപദേശിക്കുക. അവര് തിരിച്ചു പറയുന്നുണ്ട് മുനീർക്ക, AYF എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല, അത് ആളില്ലാത്ത യൂത്ത് ഫെഡറേഷൻ ആണ് എന്നുള്ളത് അവര് പരസ്പരം പറയുന്നുണ്ട്. അപ്പോ അവരുടെ ഭരണ നേതൃത്വം ഭരണത്തിന്റെ തുടർച്ചയിൽ അടുത്തത് ആരോടാണെന്നുള്ളതാണ്, ജനങ്ങളോടല്ല. അവരടുത്തത് ആരോടാ? അവര് രാജ്യത്തിന്റെ RSS നേതൃത്വത്തോടാണ് അടുത്തത്. കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കേരളത്തിന്റെ അജണ്ടകൾ സെറ്റ് ചെയ്തു കൊടുക്കാൻ. കേരളത്തിൽ BJP ഭരണമില്ലാത്തതിൽ BJPക്ക് വലിയ പ്രയാസമില്ല. പഴയ ആവേശത്തിൽ കേരളത്തിൽ BJP ഭരണത്തെ പറ്റി പറയുന്ന പോലുമില്ല. എന്തിനധികം പറയുന്നു, ശബരിമല ഇഷ്യൂവിൽ പോലും ഉള്ളിൽ തട്ടിയ ഒരു സമരത്തിന് BJP തയ്യാറുമല്ല. അവർക്ക് സുവർണാവസരം മാത്രമായി ഇത്തരം വിഷയങ്ങളെ കാണുന്നവരായിട്ട് പോലും അവര് രംഗത്തിറങ്ങുന്നില്ല. ഈ രംഗത്തിറങ്ങിയതിന്റെ ക്ഷീണം കൂടെ CPM-ന് ഉണ്ടാവരുതെന്നുള്ള BJP-യുടെ കൺസേൺ അത് നമ്മൾ കാണാതെ പോകരുത്.